പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് റസൽമേനിയ 40 ആദ്യത്തെ ദിവസത്തിൻ്റെ മെയിൻ ഇവൻ്റ് മത്സരമായ റോമൻ റെയിൻസും റോക്കും ടീം ആയിക്കൊണ്ട് കോഡി റോഡ്സ്, സെത്ത് തുടങ്ങിയവരെ നേരിടുന്ന ടാഗ് ടീം മത്സരത്തിൽ എന്താണ് നടക്കാൻ സാധ്യത എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം പങ്കുവെക്കാനുള്ളത് ഏറ്റവും അവസാനമായി കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെയാണ് ഈ ഒരു ടാഗ് ടീം മത്സരം റസൽമേനിയ 40 ആദ്യത്തെ ദിവസത്തിലേക്ക് കൺഫേം ചെയ്യുന്നത്. മെയിൻ ഇവൻ്റ് മത്സരമാണ്. അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ഒന്നിലധികം സ്റ്റിപ്പുലേഷനുകൾ ഉണ്ട്. അതിൽ ഒന്നാമത്തേത് ബ്ലഡ് ലൈൻ ടീമാണ് വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസത്തിൽ റോമൻ റെയിൻസും കോഡി റോഡ്സും തമ്മിൽ ഏറ്റുമുട്ടുന്ന മത്സരം ഒരു ബ്ലഡ് ലൈൻ റൂൾസ് മത്സരമായിരിക്കും. ബ്ലഡ് ലൈനിലെ താരങ്ങൾ ഇൻ്റർഫിയറൻസ് നടത്താൻ സാധ്യത ഉണ്ടെന്നുള്ളത് റോക്ക് തുറന്ന് പറയുന്നു. ഇനി അഥവാ കോഡി, സെത്ത് തുടങ്ങിയവരുടെ ടീമാണ് ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ ആദ്യത്തെ ദിവസത്തിൽ വിജയിക്കുന്നത് എന്നുണ്ടെങ്കിൽ മത്സരത്തിൽ ബ്ലഡ് ലൈനിലെ ഒരു താരവും അപ്പിയറൻസ് നടത്തില്ല എന്നുള്ളതും റോക്ക് ഉറപ്പ് കൊടുക്കുന്നുണ്ട്. കോഡി റോഡ്സ് റോമൻ റെയിൻസിനെതിരെ രണ്ടാമത്തെ ദിവസത്തിൽ പരാജയപ്പെട്ടാൽ ഇനി ഒരിക്കലും കോഡി റോഡ്സിന് റോമൻ റെയിൻസിൻ്റെ ചാമ്പ്യൻഷിപ്പിന് വേണ്ടി ഒരു റീമാച്ച് ലഭിക്കില്ല എന്നുള്ളതും റോക്ക് പറയുന്നുണ്ട്. അങ്ങനെ കുറേയധികം സ്റ്റിപ്പുലേഷനുകൾ ആഡ് ചെയ്തുകൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടാഗ് ടീം മത്സരമാണ് ആദ്യത്തെ ദിവസത്തിലേക്ക് കൺഫേം ചെയ്തിട്ടുള്ളത്. അപ്പോൾ മത്സരത്തിൻ്റെ ഒരു പ്രഡിക്ഷൻ ഞാൻ സിമ്പിളായി പറയുകയാണെങ്കിൽ കോഡി റോഡ്സിൻ്റെ ടീം പരാജയപ്പെടും എന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ കോഡി റോഡ്സിൻ്റെ ടീം പരാജയപ്പെട്ടിട്ട് പിന്നീട് രണ്ടാമത്തെ ദിവസത്തിൽ ബ്ലഡ് ലൈൻ റൂൾസിൽ കോഡിയും റോമനും ഏറ്റുമുട്ടുന്നു. അവിടെ ബ്ലഡ് ലൈനിലെ എല്ലാ താരങ്ങളും വന്ന് കോഡിയെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അവരെയെല്ലാം തരണം ചെയ്ത് കോഡി വിജയിച്ചു വരുമ്പോഴാണ് കോഡിക്ക് ഒരു ഹീറോയ്ക്ക് പരിവേഷം ലഭിക്കുകയുള്ളൂ. ഒരു ഫേസ് ഓഫ് ദി കമ്പനി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള എല്ലാ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് വേണം അദ്ദേഹം കമ്പനിക്ക് മുകളിലുള്ള ഒരു റെസ്ലറായി മാറാൻ. ജോൺസനെയൊക്കെ ചെയ്ത പോലെ ആ ഒരു രീതിയിലുള്ള ഒരു പുഷായിരിക്കും റസൽമേനിയയിൽ കോഡിക്ക് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സെത്തും കോഡിയും ആദ്യത്തെ ആ ഒരു ടാഗ് ടീം മത്സരത്തിൽ പരാജയപ്പെടുന്നതായിരിക്കും നൈറ്റ് 1 നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഈ ഒരു ടാഗ് ടീം മത്സരത്തിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് പ്രതീക്ഷിക്കാവുമോ എന്ന് ചോദിക്കുമ്പോൾ ട്വിസ്റ്റൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതിനെ സംബന്ധിച്ച് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഇപ്പോൾ ലഭിച്ചിട്ടില്ല. പക്ഷേ ഒരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടെന്നുള്ളൊരു റൂമറും ലഭിക്കുന്നുണ്ട്. ട്രിപ്പിൾ എച്ച് ആയതുകൊണ്ട് തന്നെ കാര്യങ്ങളൊന്നും ലീക്കാകാതിരിക്കാൻ ആദ്യം മാക്സിമം ശ്രമിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സ് പറയുന്നത് ട്വിസ്റ്റ് നൈറ്റ് 1 ഉണ്ടായിരിക്കും. ആ ഒരു ട്വിസ്റ്റ് നമ്മളെ എല്ലാവരെയും ഞെട്ടിപ്പിക്കുന്നത് തന്നെ ആയിരിക്കും. നൈറ്റ് 1 കോഡിയും സെത്തും പരാജയപ്പെടും. നൈറ്റ് 2 കോഡി വിജയിക്കുകയും ചെയ്യും. റസൽമേനിയയിൽ ഇങ്ങനെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. 2024 ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റിയായി ഇതിഹാസ ബോക്സിംഗ് താരമായ മുഹമ്മദ് അലിയെ ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു ബ്രേക്കിംഗ് ന്യൂസും കൂടി പങ്കുവെക്കാനുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ.